ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു HhandEmbroidery. ഇന്ന് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഫാബ്രിക്കിൽ നമ്മൾ സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് വേണം. അപ്പോൾ ഈ ഒരു രണ്ട് ത്രെഡും ഈ ഒരു ഷുഗർ ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് സ്ലീവ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളുടെ നെക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ കർവ് ഷേപ്പിലാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം മുകളിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും സ്റ്റെംസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ ട്രേസ് ചെയ്തിട്ടാണ് മെറ്റീരിയലിലേക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് എംബ്രോയിഡറി പാറ്റേൺ. അപ്പോൾ ഞാൻ എന്താ ട്രേസ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഭാഗമാണ് ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ കർവ് ഷേപ്പുള്ള ഭാഗം ഫുള്ള് ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോർമൽ നീഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബീഡ്സായിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ നോർമൽ നീഡിൽ ഈ ഒരു ഷുഗർ ബീഡ്സ് നമ്മൾ ആരി നീഡിൽ ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു നോർമൽ നീഡിൽ നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ്സ് വർക്ക് ചെയ്ത് പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദാ ഇതുപോലെ ആ ഒരു കർവ് ഷേപ്പുള്ള ഭാഗം ഇതുപോലെ വൺ ലൈൻ ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ബീഡ്സ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ലൈനും കൂടെ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ 2 ലൈനായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തിക്കായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം നമ്മൾ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട് ബീഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗമില്ലേ, ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗവും നമുക്കിപ്പോൾ ചെയ്ത പോലെ തന്നെ ഓരോ ബീഡ്സായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെംസ് വരുന്നിടത്തെല്ലാം ഈ ഒരു ബീഡ്സാണ് വരുന്നത്. അപ്പോൾ അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ ആ ഒരു ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആ റൗണ്ടുള്ള ഭാഗത്തൊക്കെ റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പതിയെ താഴേക്കൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോട്ട് കിട്ടും. നമ്മൾ കട്ടിക്ക് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജ് നോട്ട് പോലെ ആയിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് റിംഗ് നോട്ട് ചെയ്യുമ്പോൾ വളരെ സാവകാശം വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ദാ ഇതുപോലെ ആദ്യം നമുക്ക് ആ റൗണ്ടിൻ്റെ ആ ഒരു ബോർഡർ ലൈൻ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്തതുപോലെ കൊടുക്കാം. അപ്പം ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കൂടെ, ഗ്യാപ്പുള്ള ഭാഗം കൂടെ റിംഗ് നോട്ട് തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്തുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ് ആക്കി. ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബീഡ്സ് നമ്മൾ 2 ലൈനായിട്ട് നമ്മൾ ചെയ്തല്ലോ, ഒരു 2 എന്താ പറയുക ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ഇതിൻ്റെ താഴെയായിട്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ല, അവിടെ കട്ട് ചെയ്ത് നമ്മൾ എന്താ പറയുക നമ്മളുടെ ആ ഒരു ബീഡ്സിൻ്റെ ആ ഒരു കർവുള്ള ഭാഗം വരുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ഈ കത്രിക യൂസ് ചെയ്തിട്ട് പതിയെ കട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണുണ്ടല്ലോ ചെയിൻ സ്റ്റിച്ച്. ഇപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ കട്ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, കുറച്ച് ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ഉണങ്ങി കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് ഒരു 3 ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എന്താ ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നതെന്ന് നോക്കാം.
അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് താഴത്തെ ഭാഗം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഈസി സ്ലീവ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസൈനും സ്റ്റിച്ചസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്